ലീഗ് നിയന്ത്രണത്തിലുള്ള വാഫി കോളേജുകളിൽ ജമാഅത്തെ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന സംസ്ഥാന മുഷാവറ അംഗം സലാം ബാഖവിയുടെ ആരോപണത്തിന് മറുപടിയുമായി CSC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അദ്രിശ്ശേരി രംഗത്തെത്തിയിരിക്കുകയാണ്. വസ്തുതാവിരുദ്ധമാണ് പ്രചാരണങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ ഹക്കീം ഫൈസിയുടെ അനുയായികൾ ലഡു വിതരണം നടത്തിയെന്നായിരുന്നു സലീം ബാഖഫിയുടെ ആരോപണം. 2010 ജൂലൈ 4 പൂക്കിപ്പറമ്പ് ഹൈദ്രോസ് മുസ്ലിയാർ സ്മാരക വാഫി കോളേജിൽ ഒരു ലഡു വിതരണം നടന്നു. എന്തിന്റെ പേരിലായിരുന്നു? എന്തായിരുന്നു ആ ലഡു വിതരണത്തിന് പിന്നിൽ? ഞങ്ങളിപ്പോൾ അത് പറയുന്നില്ല. അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഇവിടെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നു. എന്തിനായിരുന്നു ആ ലഡു? ഇനി ആ ലഡു കിട്ടാത്ത, അത് ഞാൻ പറയുമ്പോ ആ ലഡു കിട്ടാത്ത കുറച്ച് കുട്ടികൾ വന്ന ഒരു കടലാസ് ഇറക്കിയോണ്ട് കാര്യമല്ല. ലഡു കിട്ടിയവരിവിടെ ഉണ്ട്. നാഫിം മുസിബത്തും എതിരായാല് മുസിബത്ത് പറയുന്നതാണ് ഇവിടെ സ്ഥിരപ്പെടുക. ചരിത്രം പരിശോധിച്ചാൽ അതെന്തിനായിരുന്നു ആ ലഡു എന്നും അറിയാം. ആരാണെന്നറിയോ? 2010 ജൂലൈ 4 പൂക്കിപ്പറമ്പിലെ പ്രിൻസിപ്പാൾ, നിങ്ങളുടെ റിപ്പണുണ്ടല്ലോ, അയാളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ വലങ്കയ്യല്ലേ, നിങ്ങളുടെ ഹക്കീം ഫൈസിയുടെ വലങ്കയ്യല്ലേ. ജോസഫ് മാഷ് കൈ വെട്ടിയപ്പോൾ ലഡു വിതരണം നടത്തി എന്ന് പറയുന്നത് എവിടെ നടന്നു എന്ന് അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ജോസഫ് മാഷെ കൈവെട്ടൽ ആ തരത്തിൽപ്പെട്ട എല്ലാ തീവ്ര നിലപാടുകൾക്കും കണിശമായിട്ട് എതിരാണ്. ഈ നിലപാട് കൈവെട്ടൽ ശരിയല്ല, കലാപം സൃഷ്ടിക്കൽ ശരിയല്ല. രാജ്യം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒപ്പം മുന്നോട്ട് പോകണം. രാജ്യത്ത് വളരെ പരിശുദ്ധമായ ഒരു ഭരണഘടന ഉണ്ട്, ഇവിടെ നിയമവാഴ്ച ഉണ്ട്. അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് കയ്യും കാലും വിട്ട് മുബഷീർ പി അക്ബർ ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി നൽകും. മുബഷീർ, ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് SDPI ബന്ധം ലീഗിന് ഉണ്ട്. അതിൽ ചിലർ സമസ്തയിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ സലാം ബാഖഫി പറയുന്നത് ഹക്കീം ഫൈസി അദ്രിശ്ശേരിക്കും ഇതുമായി ബന്ധം എന്നുള്ളതാണ്. ഈ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് അദ്രിശ്ശേരിയുടെ പ്രതികരണം വരുന്നു. ഇപ്പോൾ ഈ രൂപത്തിലേക്ക് ഈ ചർച്ച നീളുകയാണോ? അതായത് തീവ്ര ഗ്രൂപ്പുകൾ, തീവ്ര നിലപാടുള്ളവർ കടന്നു കയറിയിരിക്കുന്നു, അവരാണ് ഇപ്പോൾ ലീഗിനെ നിയന്ത്രിക്കുന്നത് എന്ന ആരോപണത്തിലേക്ക് എത്തുകയാണോ? ഹക്കീം ഫൈസി അദ്രിശ്ശേരിയെ മറയാക്കിക്കൊണ്ട് അത്തരമൊരു പ്രചാരണമാണ് മറുവിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിപ്പോൾ സമസ്ത മുഷാവറ അംഗം കൂടിയായിട്ടുള്ള സലാം ബാഖവിയുടെ പ്രസംഗം. അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറേ മുൻപ് പ്രസംഗിച്ചതാണത്. ഹക്കീം ഫൈസി അദ്രിശ്ശേരിക്കെതിരെ, വിശേഷ CICക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉന്നം വെക്കുന്നത്. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സമയത്ത് CICയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹക്കീം ഫൈസി അദ്രിശ്ശേരിയുടെ അനുയായികൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ലഡു വിതരണം നടത്തിയെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അദ്ദേഹം ഒരു പണ്ഡിത സഭാ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ നിലയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഹക്കീം ഫൈസി അദ്രിശ്ശേരി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തിനാണ് ഇത്തരമൊരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനെതിരെ, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഹക്കീം ഫൈസി അദ്രിശ്ശേരി പറഞ്ഞു വെക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് സ്മൃതിയും, ഒരു സമുദായത്തിൻ്റെ ഭാഗമായി, ഒരു സംഘടനയുടെ ഭാഗമായി നിലകൊണ്ടിരുന്ന രണ്ട് നേതാക്കളാണ് ചില വിഷയങ്ങളുടെ പേരിൽ ഈ തരത്തിലുള്ള സെൻസിറ്റീവ് കാര്യങ്ങൾ ഉൾപ്പെടെ എടുത്തിട്ടുകൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് എന്ത് തന്നെയാണെങ്കിലും സമുദായത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പൊതുവെയുള്ള വിലയിരുത്തൽ മാനിക്കാതെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച. എന്തായാലും ഈ ഒരു പ്രചാരണം, ഈ പ്രസംഗം, ഈ വാക്കുകൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഹക്കീം ഫൈസി അദ്രിശ്ശേരി പറഞ്ഞു വെക്കുന്നത്. തീവ്രവാദത്തിനെതിരെ, അത്തരത്തിലുള്ള എക്സ്ട്രീമിസത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് താൻ. കാലങ്ങളായി അധ്യാപകനായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ്. തൻ്റെ വിദ്യാർത്ഥികളോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ തൻ്റെ നിലപാടെന്തായിരുന്നു, തൻ്റെ പ്രസംഗങ്ങൾ എന്തായിരുന്നു എന്ന് അവർ പറയും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുരോഗമന നിലപാടെടുത്തതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി അവിടെ നിൽക്കുകയാണ്.